കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒടുവിൽ കർത്താവിൻ്റെ കൂടത്തെ അമിതബലത്തിലും ശക്തിപ്പെട്ട പിശാചിൻ്റെ തന്ത്രങ്ങളോട് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചും പൊട്ടുപോകാൻ അവിടെ നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. നമ്മെ നാമായി അറിയുന്നവൻ്റെ മുൻപാകെ നമുക്കൊന്ന് എത്തിച്ചു കൊടുക്കാം. അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? നമ്മെ നയിക്കുന്ന ദൈവത്തിന്, നടത്തുന്ന ദൈവത്തിന്, ശക്തീകരിക്കുന്ന ദൈവത്തിന് നന്ദി പറയാൻ നമുക്കിടയാവണം. പ്രിയരെ, നന്മയല്ലാതെ ഒരു തിന്മയും അവിടുന്ന് ചെയ്തിട്ടില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയ, പ്രതിസന്ധികളില്ലെന്നല്ല, പ്രതികൂലങ്ങളില്ലെന്നല്ല, അതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് അൽപ്പയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനുമായവൻ, ഹൃദഗാത്രത്തിലെ സിംഹമായവൻ നമുക്ക് വേണ്ടി ചെയ്ത വലിയ പ്രവൃത്തികളെ ഓർത്ത് നന്ദി പറയാം. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? നമ്മുടെ വഴികളുടെ കുറവ് തീർക്കുന്ന, ശക്തി കൊണ്ട് അരമുറുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. എത്ര പേർ ഇന്ന് പകൽ സ്തോത്രം ചെയ്യാൻ തയ്യാറാകും? എൻ്റെ സകല വഴികളുടെയും കുറവുകൾ തീർത്ത് എന്നെ സഹായിക്കുന്ന ദൈവം, എന്നെ ശക്തീകരിക്കുന്ന ദൈവം, എന്നെ നടത്തുന്ന ദൈവം ഇന്നും കൂടെയുണ്ട്. സ്തോത്രം. ആര് തള്ളിയാലും, ആര് മാറിയാലും, മറന്നാലും, അകലം വിട്ടാലും, മാറ്റി നിർത്തിയാലും അവിടുന്ന് മാറാത്ത ദൈവം. അവിടുന്നല്ലേ വിളിച്ചു പറഞ്ഞത്, ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീനെന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ സാന്നിധ്യവും സമീപ്യവും എല്ലാ കാലഘട്ടത്തിലും തിരിച്ചറിഞ്ഞ്, ഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നത് പോലെ അവിടുത്തെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ എന്ന് ആത്മാവിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് എല്ലാ ദിവസവും പ്രഖ്യാപനം ചെയ്യുന്ന ഒരു സമൂഹത്തെ പരിശുദ്ധാത്മാവ് തിരയുന്നു. ഒടുവിൽ കർത്താവിനും ആവർത്തിച്ചു പറയുന്നു, അവിടുത്തെ അമിത ബലത്തിൽ നമ്മൾ ശക്തിപ്പെടണം. ആത്യന്ത ശക്തി, അമിത ബലം, അത്യുന്നതൻ്റെ ശക്തി, മൈറ്റി പവർ. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്നും സ്വാധീനം ചെലുത്തും. നിയമത്തിന് വിരോധമായി കഷ്ടതയുണ്ടാക്കുന്ന ദുഷ്ടസിംഹാസനങ്ങളെ ജയിക്കാൻ അഭിഷേകത്തിന് കഴിയും. പുഷ്ടി നിമിത്തം സകല മുഖങ്ങളും തകർന്നു പോകും എങ്കിൽ ദൈവാത്മാവിൻ്റെ വലിയ ചാലനം ഈ പ്രഭാതത്തിൽ നമ്മുടെ അകത്തുനിന്ന് വെളിപ്പെട്ടു വരട്ടെ. ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഒരു അനോയിൻറ്റിങ് ഇന്ന് പകൽ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ.
വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവില്ലാത്ത വലുപ്പം നമ്മളൊന്ന് തിരിച്ചറിയണം. സ്തോത്രം. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവില്ലാത്ത വലുപ്പം തിരിച്ചറിഞ്ഞ ദൈവം മുൻപാകെ നമ്മളെ തന്നെ വിധേയപ്പെടുത്തി മുൻപോട്ട് പോകാൻ നമുക്ക് ഇടയാവണം. എസ്കേൽ പ്രവചനം 36:37 വകെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇസ്രായേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ചിട്ടും ഞാൻ ഒന്നുകൂടെ ചെയ്യും. ഞാൻ അവർക്കാളുകളെ ആട്ടിൻ കൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ച് കൊടുക്കും. നോക്കൂ, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. യഹോവയുടെ അരുളപ്പാട് 33 വാക്യമൊക്കെ ശ്രദ്ധിക്കൂ. നിങ്ങൾ ശൂന്യമായി പോയ അവസ്ഥകൾ, ശൂന്യസ്ഥലങ്ങളെ പണിയും. വഴി പോകുന്ന ഏവരും നിങ്ങളെ നോക്കി നിന്നിച്ച് ശൂന്യമായി കിടക്കുന്ന, ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന പ്രദേശത്ത് കൃഷി നടക്കും. ശൂന്യമായിരിക്കുന്ന ദേശം ഏദൻ തോട്ടത്തെ പോലെ ആയിത്തീർന്നുവല്ലോ. പാഴും ശൂന്യമായി ഇടിഞ്ഞുകിടന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവ ആയിത്തീർന്നല്ലോ എന്ന് അവർ പറയും. അടുത്ത് നോക്കൂ. ഇടിഞ്ഞുകിടക്കുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിതു, ശൂന്യപ്രദേശത്ത് നടുതല വെച്ചുണ്ടാക്കിയെന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്ന് അറിയും. എന്ന് വച്ചാൽ ഇനിയും സാധ്യതകളില്ലാതെ തകർന്ന തരിപ്പണമായി നിലംപരിചായി പൂഴിയോട് പറ്റിയ അവസ്ഥയിൽ, ഒരു ഉയർപ്പില്ലാത്ത അവസ്ഥയിൽ തമ്പുരാൻ പറയുന്നു, ഞാൻ അതിനെ ഏദൻ തോട്ടം പോലെ ഭംഗിയുള്ള ഫലവത്തായ ശക്തിയോടെ നിൽക്കുന്ന, മറ്റുള്ളവർക്ക് ആകർഷകമായി തീരുന്ന തലത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരും. മാത്രമല്ല, ഒരു കാര്യം കൂടെ നാം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. പ്രിയരെ, ചിന്തിക്കാത്ത ചില ദൈവപ്രവൃത്തികൾ, ചോദിക്കാത്തത്, കഴിഞ്ഞ മിനിറ്റ് വരെ നിന്നെ ചോദ്യം ചെയ്ത് നിന്റെ ദൈവം എവിടെയെന്ന് അപമാനിച്ച് ഇനിയും നിനക്കൊരു ഉയർച്ച ഉണ്ടാവില്ല, ഇങ്ങനെ കിടക്കും, ഒറ്റപ്പെട്ടു പോയി എന്ന് വഴി പോകുന്ന പലരും ചർച്ച ചെയ്യുന്നെങ്കിൽ, വഴി പോകുന്നവർ അതേ വായ് കൊണ്ട് പറയും, ഇത് യഹോവയുടെ കൈയാൽ സത്യമായി, യഹോവയുടെ കൈ അത് ചെയ്തെന്നും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ സൃഷ്ടിച്ചെന്നും അവരെല്ലാം കണ്ട് അറിഞ്ഞ് ഗ്രഹിക്കേണ്ടതിന് തന്നെയെന്ന് മറ്റൊരിടത്ത് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ഇന്ന് പകൽ ഇനിയും 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 ഇതിൽ നിന്ന് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല, എല്ലാം ശൂന്യമായി പോയി, തകർന്നു തരിപ്പണമായി പോയി, നിയന്ത്രണം നഷ്ടപ്പെട്ടു, ഇനിയും എനിക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരോട് ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത്, നിങ്ങൾ ചിന്തിക്കാത്ത തലത്തിൽ ദൈവാത്മാവ് ചെയ്യാൻ പോകുന്നു. യഹോവയെ കർത്താവ് അരുളിപ്പാട് അറിയിക്കുന്നു, ഇസ്രായേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യാൻ പോകുകയാണ്. ഞാൻ അവർക്ക് എവിടെ ശൂന്യമായിരിക്കുന്നിടത്ത് ആളുകളെ ആട്ടിൻ കൂട്ടത്തെ വർദ്ധിപ്പിക്കുന്നത് പോലെ ഒരു വലിയ വർധനവ്. നിനക്ക് എണ്ണം പറഞ്ഞ്, നിന്റെ കുടുംബത്തിന് എണ്ണം പറഞ്ഞ് വാദിച്ചു നിന്ന ഇടത്ത് ദൈവം പറയുക, ആട്ടിൻ കൂട്ടത്തെ വർദ്ധിപ്പിക്കുന്നത് പോലെ ഒരു വർധന, ആത്മിക മേഖലകളിലൊരു വർധനവ്, പ്രാർത്ഥനയ്ക്കകത്തൊരു വർധനവ്, അഭിഷേകത്തിനൊരു വർധനവ്, ദൈവകൃപയുടെ ഒരു വർധനവ് ഇന്ന് പകൽ അവിടുത്തെ ആത്മാവ് പ്രദാനം ചെയ്യുന്നു. ആട്ടിൻ കൂട്ടത്തെ പോലെ വർദ്ധിപ്പിക്കുക മാത്രമല്ല, 80-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ആട്ടിൻ കൂട്ടത്തെ പോലെ ഞാൻ അവരെ നടത്തും,
പാതുക്കെ നടത്തേണ്ടതിന് പാതുക്കെ നടത്തും. ഭുജത്തിൽ എടുക്കേണ്ടതിന് ഭുജത്തിൽ എടുക്കും. ആശ്ലേഷിക്കേണ്ടതിനെ ആശ്ലേഷിക്കും. ആശ്വസിപ്പിക്കേണ്ടതിനെ ആശ്വസിപ്പിക്കും. മേച്ചിലെത്തിക്കേണ്ടതിനെ മേച്ചിലെത്തിക്കും. ഒരു ശത്രുവിനും തോടാൻ പറ്റാതെ അവർക്ക് മുമ്പായി നടക്കുന്ന ഒരിടയൻ. വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിന്നെ സുരക്ഷിതമായ പാന്താവിലൂടെ നടത്തി ഒരു ശക്തിക്കും തോടാൻ കഴിയാതെ എത്തിക്കേണ്ട പാതയിൽ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കുന്ന വരെ നിനക്ക് മുമ്പായി നടന്ന് നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരുവൻ ഉണ്ടെന്ന് ഇന്ന് പ്രഭാതത്തിൽ മറന്നു പോകരുത്. യേശുവിൻ്റെ നാമത്തിൽ നോക്കൂ, ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിച്ചു കൊടുക്കും. ശൂന്യമായിരിക്കുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടങ്ങളെ പോലെ ഉത്സവങ്ങളിൽ യെരൂശലേമിനെ ആട്ടിൻകൂട്ടങ്ങളെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയാൻ പോകുക. ഒരു വലിയ നിറവ്, തകർന്നിരിക്കുന്ന ഇടിഞ്ഞിരിക്കുന്ന ചണ്ടിക്കൂമ്പാരമായിരിക്കുന്ന ഇടത്ത് പരിശുദ്ധാത്മ വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിറച്ച് പുറത്ത് കൊണ്ടുവന്ന ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലൂടെ അവിടെ നടത്താൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ മിനിറ്റ് വരെ പലരും ചർച്ച ചെയ്തതല്ലേ, പലരും ചോദ്യം ചെയ്തതല്ലേ, അവിടെ ഒരു ദൈവപ്രവൃത്തി ദ നെയിം ഓഫ് ജീസസ് വെളിപ്പെടുത്താൻ കർത്താവിന് പ്രസാദമുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കുമെങ്കിൽ ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോകുക, വർദ്ധിപ്പിക്കാൻ പോകുക, ആത്മാവിൽ കരുത്തോടെ നിർത്താൻ പോകുക. എവിടെ ഇനി നീ എഴുന്നേൽക്കില്ലെന്ന് ചിന്തിച്ചോ, ഡൗണായി പോയോ, നിരാശ വന്നോ, അവിടെ ദൈവാത്മാവ് നിന്നെ നയിക്കാൻ പോകുന്നു. സർവശക്തിയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, സ്വർഗത്തിലും ഭൂമിക്കും സകലവിധ അധികാരം ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ കരത്തിൻ്റെ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി അവിടെ ഞങ്ങളെ ആദരിക്കുന്നതിന് സ്തോത്രം. കഴിഞ്ഞ മിനിറ്റ് വരെ പലരും ഞങ്ങളെ ചൊല്ലി പരിഹസിച്ച, നിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ച, ശൂന്യമായതിന് ഇനിയൊരു വിടുതലില്ലെന്ന് പറഞ്ഞ ഇടത്ത് തന്നെ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ഞങ്ങളെ ആദരിക്കുന്നതിന് സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഞങ്ങളുടെ ആത്മാവിനാൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ബലത്തോടെ അവിടെ ഞങ്ങളെ നയിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വവും അങ്ങയുടെ പാദപീഠത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. ശൂന്യപ്രദേശങ്ങളെ പണിയുന്ന യഹോവയായ ഞാൻ അതിന് പണിയും. കർത്താവ് പണിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? സർവശക്തനല്ലേ പണിയുന്നത്, സർവശക്തനല്ലേ പുറത്തു കൊണ്ടുവരുന്നത്. അവിടുത്തെ സാന്നിധ്യം ഇന്ന് പകൽ തിരിച്ചറിയാൻ എല്ലാവരും ദൈവയുടെ ആക്കട്ടെ. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ പ്രസവിച്ചു.